ISL ഈ സീസണിലെ ആദ്യത്തെ എവേ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് കൊമ്പന്മാരുടെ എതിരാളികൾ. ഗുവാഹത്തിയിലാണ് പോരാട്ടം. കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗുവാഹത്തിയിലേക്ക് വിമാനം കയറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന് ഗംഭീരമായി തന്നെ രണ്ടാമത്തെ മത്സരത്തിൽ തിരിച്ചു വരാൻ സാധിച്ചു. ഈസ്റ്റ് ബംഗാളിനെ 2-1 കൊമ്പന്മാർ പരാജയപ്പെടുത്തിയത്. ആദ്യം ഒരു ഗോൾ വഴങ്ങിയതിനു ശേഷം 2 ഗോളുകൾ തിരിച്ചടിച്ച് ഗംഭീരമായ ഒരു കംബാക്ക് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ഇനിയാണ് ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബിഗ് ടെസ്റ്റ് വരുന്നത്. കാരണം ഇനി വരുന്ന 3 എവേ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണുകളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ട്രാക്ക് റെക്കോർഡുകൾ എവേ മത്സരങ്ങളിൽ മോശമായിരുന്നു. പലപ്പോഴും എവേ മത്സരങ്ങളിൽ അടിതെറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഇത്തവണ മറികടക്കാൻ ആദ്യത്തെ എവേ മത്സരത്തിൽ തന്നെ ഒരു ജയം ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള ഈ മത്സരത്തെ വളരെ പ്രാധാന്യത്തോടെ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കാണുക. ആദ്യ എവേ മത്സരത്തിൽ തന്നെ ഒരു ജയത്തോടെ തുടങ്ങാൻ സാധിച്ച ഇപ്പൊ ഇനിയുള്ള മത്സരങ്ങളിലും അത് വലിയ ഗുണം ചെയ്യും. ഇനിയും 2 എവേ മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ പഴയ നോർത്ത് ഈസ്റ്റ് അല്ല, മികച്ച ടീമാണ് അവര്. കാരണം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് അവരുടെ കോച്ച് ബെനാലി ആ ഒരു ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, പെദ്രോ ബെനാലി. അപ്പം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു വെല്ലുവിളി ഉയർത്താൻ നോർത്ത് ഈസ്റ്റിന് സാധിക്കും. നോർത്ത് ഈസ്റ്റ് നിലവിലെ ഡ്യൂറൻ കപ്പ് ജേതാക്കളാണ്. അവരുടെ ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കപ്പൊക്കെ നേടി ഒരു ഹൈ നോട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ ISLലേക്ക് വരികയാണെങ്കിൽ അവർ ഇതുവരെ കളിച്ച 2 മത്സരങ്ങൾ 1 ജയിക്കുകയും 1 തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിങ്ങിന് 1-0 നോർത്ത് ഈസ്റ്റ് പരാജയപ്പെടുത്തി. എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ ഒരു ആവേശകരമായ മത്സരത്തിനൊടുവിൽ 3-2 മോഹൻ ബഗാനോട് പൊരുതി തോൽക്കുകയായിരുന്നു. അതിൽ അവസാനത്തെ ഗോൾ മോഹൻ ബഗാൻ നേടിയ അവസാനത്തെ ഗോൾ വിവാദമൊക്കെ ആയിരുന്നു. എന്തായാലും നോർത്ത് ഈസ്റ്റിനെ സൂക്ഷിക്കണം. കാരണം അവരുടെ മുന്നേറ്റ നിര വളരെ സ്ട്രോങ് ആണ്. അലാവുദ്ദീൻ അജാറയും നമ്മുടെ മലയാളിയായ MS ജിതിനും പിന്നെ ഗിലറമോ ഫെർണാണ്ടസും അടങ്ങുന്ന ആ ഒരു 3-man അറ്റാക്കിംഗ് ലൈൻ വളരെ സ്ട്രോങ് ആണ്. അതുകൂടാതെ ബമ്മർ എന്ന് പറയുന്ന മിഡ്ഫീൽഡർ ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും അതുകൂടാതെ തന്നെ ഡിഫൻസീവ് ജോബൊക്കെ നന്നായിട്ട് ചെയ്യുന്ന വളരെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ്. അപ്പം ഈ 4 താരങ്ങളെയും വളരെയധികം ശ്രദ്ധിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച്. കഴിഞ്ഞ മത്സരത്തിലെ ആദ്യമൊക്കെ കാണിച്ച ഒരു അലസത എന്തായാലും തുടക്കത്തിൽ കാണിക്കാൻ പറ്റില്ല. തുടക്കത്തിൽ തന്നെ വളരെ വിജിലന്റോടെ കളിച്ചാൽ മാത്രമേ നോർത്ത് ഈസ്റ്റിന് അവരുടെ ഒരു തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു തട്ടകത്തിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടീമിലെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത വരുന്നത് ലൂണയുടെ വാർത്ത തന്നെയാണ്. കാരണം ലൂണ ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെ ആയിട്ടുണ്ട്. കാരണം ലൂണ വളരെ ആരോഗ്യവാനായിട്ടാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മത്സരത്തിന് കളിക്കാൻ വേണ്ടി അദ്ദേഹം ഗുവാഹത്തിയിൽ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഡെങ്കിപ്പനിയിൽ നിന്നൊക്കെ അദ്ദേഹം മുക്തനായിട്ട് നല്ല ആരോഗ്യവാനായിട്ടാണ് വീഡിയോയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല അദ്ദേഹം ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെറിയൊരു ഗ്യാപ്പിന് ശേഷം കളിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ലൂണ കളിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ലൂണയുടെ ഒരു സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് വലിയ ഗുണം ചെയ്യും. അപ്പൊ ലൂണയും നോഹ സദോയും പിന്നെ ജീസസ് ഹിമിനസ് ഒക്കെ ചേരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാജിക്, അതിനുവേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. പിന്നെ സ്റ്റാർട്ടിംഗ് ലെവലിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ സംഭവിച്ച ഡിഫൻസീവ് പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സന്ദീപ് സിംഗിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻകൺസിസ്റ്റൻസി വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ റൈറ്റ് ബാക്കിന്റെ ഒരു സ്ഥാനത്ത് ഈ ഒരു മത്സരത്തിൽ മിക്കവാറും ഐബാൻ ഡോയിലിൻ വരാനാണ് സാധ്യത. ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നവോച്ചയും സെൻട്രൽ ബാക്കുകളായിട്ട് മിലോസും പിന്നെ പ്രീതം കോട്ടാലും തന്നെയായിരിക്കും. ഗോൾ കീപ്പറിന്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല, സച്ചിൻ സുരേഷ് തന്നെ. പിന്നെ വരുന്നത് ഇപ്പം 4 വിദേശ താരങ്ങളെ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൂണ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കുകയാണെങ്കിൽ കൊയ്ഫ് ചിലപ്പോൾ പുറത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ മിലോസിനെ പുറത്തിരുത്തേണ്ടി വരും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷന് നടക്കുള്ളൂ. കൊയ്ഫ് ബേസിക്കലി ഒരു സെന്റർ ബാക്ക് ആണ്. അപ്പൊ മിലോസ് പുറത്തിരിക്കുകയാണെങ്കിൽ കൊയ്ഫിന് സെന്റർ ബാക്കിന്റെ റോളും ചെയ്യാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ കൊയ്ഫിന്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം മികച്ച രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് റെസ്പോൺസിബിലിറ്റി എല്ലാം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും മിഡ്ഫീൽഡിൽ വിപിൻ മോഹനും കൊയ്ഫും വരാനാണ് സാധ്യത. കാരണം ലൂണ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിക്കുന്നില്ലെങ്കിൽ. പിന്നെ ഡാനിഷാണ് ഒരു വീക്ക് ലിങ്ക് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഡാനിഷിന്റെ കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള പെർഫോമൻസ് അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല. ഡാനിഷിന് പകരം അസറിനെ ഒന്ന് ഇറക്കി പരീക്ഷിച്ചാൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ ആരാധകരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. 4-3-3 ഫോർമേഷനിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനാണ് സാധ്യത. ഫ്രണ്ട് 3-ലാണെങ്കിൽ എന്തായാലും ലെഫ്റ്റിൽ നമ്മുടെ സൂപ്പർ സ്റ്റാറായ നോഹ സദോയ് തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. സെൻട്രൽ ജീസസ് ഹിമിനസും ഉണ്ടാവും. പെപ്ര മിക്കവാറും സെക്കൻഡ് ഹാഫിൽ കളിക്കാനാണ് സാധ്യത. കാരണം പെപ്ര സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു പൊതുവെയുള്ളൊരു വിലയിരുത്തലുണ്ട്. കാരണം അദ്ദേഹം
അദ്ദേഹം ഒരു ഫ്രഷ് ലെഗായിട്ട് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. നോഹ സദോയുടെയും ജീസസ് ഹിമിനസിന്റെയും പ്രകടനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് യാതൊരു ആശങ്കയുമില്ല. ആശങ്ക വരുന്നത് മുന്നേറ്റ നിരയിലെ റൈറ്റ് വിങ്ങിലാണ്. റൈറ്റ് വിങ്ങിൽ KP രാഹുലിന്റെ പ്രകടനം കഴിഞ്ഞ 2 മത്സരങ്ങളിലും മോശമായിരുന്നു. പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു നല്ല നീക്കങ്ങളൊന്നും നടത്താൻ രാഹുലിന് സാധിച്ചിരുന്നില്ല. രാഹുലിന്റെ റണ്ണുകളൊക്കെ പൊതുവെ ഒരു എയിംലെസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ബോക്സിനുള്ളിലേക്ക് കൃത്യമായിട്ട് കടന്നു കയറാൻ സാധിക്കുന്നില്ല, അറ്റാക്കിനെ സഹായിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ KP രാഹുലിന്റെ കളിയിൽ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ രാഹുലിന് പകരം ഐമന് സ്റ്റാർട്ടിംഗ് 11-ൽ ഒരു അവസരം നൽകിയാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അത് ഉചിതമായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ ഉണ്ട്. ഐമൻ നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ കാഴ്ചവെച്ചത്. സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങി പെപ്രയുടെ വിജയ് ഗോളിന് അസിസ്റ്റ് നൽകിയത് ഐമനായിരുന്നു. ഐമനും അസറും പെപ്രയും വന്നതിന് ശേഷമാണ് കളിയുടെ ഗതിയൊക്കെ മാറിയത്. അതുകൊണ്ട് തന്നെ ഐമൻ സ്റ്റാർട്ടിംഗ് 11-ൽ ഒരു അവസരം അർഹിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ രീതിയിൽ ചെറിയ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിലെ ഒരു റിസൾട്ട് കൂടി കണക്കിലെടുത്തുള്ള ഒരു സ്റ്റാർട്ടിംഗ് 11 തന്നെയായിരിക്കും എന്തായാലും മിഖായിൽ സ്റ്റാറായി ഇറക്കുക. പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നോർത്ത് ഈസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഫ്രണ്ട് 3-യെ തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്കുകൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ടീമാണ്. അതുകൂടാതെ തന്നെ ബെമ്മമർ എന്ന് പറയുന്ന പ്ലെയറെ പ്രത്യേകം നോക്കണം. കാരണം ബെമ്മമർ കഴിഞ്ഞ മത്സരത്തിൽ ഗോളൊക്കെ നേടിയിട്ടുണ്ട്. അദ്ദേഹം കാണുമ്പോൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തെ നമുക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം നല്ല രീതിയിൽ അറ്റാക്കുകൾ നടത്താനോ ബോൾ ഫോർവേഡ് ചെയ്യാനും വളരെ മിടുക്കനായ പ്ലെയറാണ്. അപ്പം അദ്ദേഹത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് ഇത്തവണ മിഡ്ഫീൽഡേഴ്സിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു വലിയ ടാസ്ക് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് കോയ്ഫും വിപിനും അത് നന്നായിട്ട് നോക്കേണ്ടി വരും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നോർത്ത് ഈസ്റ്റിന് ഈ സെറ്റ് പീസുകൾ ഡിഫെൻഡ് ചെയ്യുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ക്രോസുകളൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ കൂടുതൽ ക്രോസുകൾ കണ്ടെത്താനും സെറ്റ് പീസുകൾ കണ്ടെത്താനും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നോഹ സദോയെ പോലെയും ജീസസ് ഹിംനസിനെയും പോലുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിനൊപ്പം ലൂണ കൂടെ വരികയാണെങ്കിൽ ആ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പം ഈ രീതിയിൽ നോർത്ത് ഈസ്റ്റിന്റെ വീക്ക്നെസ് മനസ്സിലാക്കി നോർത്ത് ഈസ്റ്റിനെ നല്ല രീതിയിൽ ഒരു ടാക്ടിക്കലി നല്ലൊരു മറുപടി കൊടുത്താൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഗുവാഹത്തിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ മത്സരത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? സ്റ്റാർട്ടിംഗ് 11-ൽ ആരൊക്കെ വേണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.